അങ്ങനെ പൂജ കിരണിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട് പൂജ എന്തായാലും അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണെന്ന് നന്ദ സർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എന്തായാലും ഇത് ഗ്രേറ്റ് പൂജ. ഈ കേസിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കുകയാണെങ്കിലും അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. പക്ഷേ പൂജക്ക് അങ്ങനെയല്ലോ. ഇത് ജീവിതത്തിൻ്റെ ഭാഗം തന്നെ ആയതുകൊണ്ട് അത് കുറെ കൂടി ആത്മാർത്ഥത ഉണ്ടാവും പൂജ. അപ്പോൾ പൂജ താങ്ക് യു സർ എന്ന് പറയണ്ടേ. പിന്നീട് ഞാൻ നജുവേട്ടനെ കണ്ടു, പരോളിനുള്ള പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിരൺ പറയണ്ടു അതൊക്കെ ഞാൻ അറിഞ്ഞു. ജയിൽ സൂപ്രണ്ട് വിളിച്ചിരുന്നു. തീർച്ചയായിട്ടും പൂജയ്ക്ക് അർജുനെ പുറത്ത് കൊണ്ടുവരാൻ കഴിയൂ. പൂജയുടെ ശ്രമം തീർച്ചയായിട്ടും ഫലം കാണും എന്നൊക്കെ പറയാൻ കേട്ടോ കിരൺ. അപ്പോൾ പൂജ താങ്ക് യു സർ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സാറിനെ വിളിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് വീട്ടിൽ ഒരു കൊറിയർ വന്നു. അതിലൊരു ഡോളും ഒരു ഭീഷണിക്കത്തും ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കുഞ്ഞിന് ആപത്താണ് എന്നൊക്കെയാണ് കത്തിലെഴുതിയിരിക്കുന്നത്. ഞാനത് നിസ്സാരമായിട്ട് കളഞ്ഞു. പക്ഷെ അമ്മയ്ക്കൊരു പേടി. ഇത് കേൾക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് ഇതിന് വലിയ പ്രാധാന്യം നമുക്ക് കൊടുക്കണ്ട, എന്നാൽ അവഗണിക്കുകയും ചെയ്യേണ്ടത്. ഇനിയും ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് ഭീഷണികൾ. പക്ഷേ ഒന്നിലും തളർന്നു പോകരുത്, പേടിക്കുകയും ചെയ്യരുത് എന്നൊക്കെ കിരൺ പറയുമ്പോൾ പൂജ പറയുന്നുണ്ട് ഇല്ല സർ, എനിക്കിപ്പോൾ തളർച്ചയും പേടിയും ഒന്നുമില്ല, വല്ലാത്ത ധൈര്യം തോന്നുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും ഏത് സാഹചര്യത്തിലും ഞാൻ കൂടെയുണ്ടാകും. അന്വേഷണത്തിൽ എനിക്ക് നേരിട്ടിടപെടാൻ പറ്റില്ല, അറിയാമല്ലോ, എന്നെ കേസിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട് അറിയാം സർ, പക്ഷേ സാറിൻ്റെ സഹായം എനിക്കും അജുവേട്ടനും അത്യാവശ്യമാണ്. ഇപ്പോൾ തന്നെ ഞാൻ സാറിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ കിരൺ എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് പൂജ ചോദിക്കുന്നുണ്ട് ഈ ലെറ്ററും ഡോളും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ കിരൺ പറയുന്നുണ്ട് ഇനി അത് പൂജ ജോർജുട്ടിയുടെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് സ്റ്റേഷനിൽ എത്തിക്കാൻ പറയണം. എന്തായാലും ഒരു പരാതിയും കൂടി മെയിൽ ചെയ്തേക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് കിരൺ പറയാൻ കേട്ടോ. അപ്പോൾ പൂജ പറയുന്നുണ്ട് ഈ ഡോൾ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, മോളുടെ സിമ്പിളായിട്ടൊക്കെയാണ് അവർ ഇത് അയച്ചതെന്ന് പറയാൻ കേട്ടോ. കിരൺ അവസാനം പറയുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് ഇനി ആലോചിക്കണ്ട, താൻ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യും, ബാക്കി ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയാൻ കേട്ടോ കിരൺ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അവിടെ CI കുമാറും കമ്മീഷണറും പിന്നെ സ്വാതിയുടെ വക്കീലും പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വാതിയുടെ വക്കീൽ പറയുന്നുണ്ട് ഈ കേസിൽ അർജുന് ഇടക്കാല പരോൾ അനുവദിച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും തിരിച്ചടിയാകും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് അതിന് മറുപടി പറയേണ്ടത് PP ആണ്. ഈ കേസിന് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിട്ടും അർജുന് പരോൾ കൊടുത്താൽ കേസിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ അത് സാരമായി ബാധിക്കുമെന്ന് പറയാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ വക്കീൽ പറയുന്നുണ്ട് നിങ്ങൾ തന്ന തെളിവുകളും സാക്ഷി മൊഴികളുമെല്ലാം ഞാൻ കൃത്യമായിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്യും. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യാവകാശ നിയമം ബാധകമാണ്. പ്രത്യേകിച്ച് അർജുനെ പോലുള്ള ഒരാൾക്ക്, സമൂഹത്തിൽ ഉന്നത വ്യക്തിത്വം പുലർത്തുന്ന ഒരാൾക്ക് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ കോടതിക്ക് പരോൾ അനുവദിക്കാം. അയാൾ സുഖവാസത്തിനൊന്നുമല്ലല്ലോ പോകുന്നത്, ഇതൊരു പേഴ്സണൽ ചടങ്ങാണ്. നമുക്ക് എതിർക്കാൻ കഴിയില്ല, അതിന് പരിമിതികളുണ്ട്. ഇത് കേൾക്കുമ്പോൾ CI കുമാർ ചോദിക്കുന്നുണ്ട് സാർ എന്തിനാ ഇങ്ങനെ അവകാശപ്പെടുന്നത്? ആ അർജുനെ അകത്തിടാൻ എന്തെങ്കിലും കുറുക്കു വഴികൾ നോക്കണം. സാർ അവനെ പുറത്ത് വിട്ടാൽ അവൻ സാക്ഷികളെ സ്വാധീനിക്കും, യാതൊരു സംശയവുമില്ല എന്നൊക്കെ പറയാണ്ട് അദ്ദേഹം. അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ തനിക്ക് തന്നെ വാദിച്ചാൽ പോരെ, താൻ ആ കുറുക്കു വിദ്യകളുമായിട്ട് കോടതിയിൽ ചെന്നോ? താനൊക്കെ ഇത്രയും കാലമായിട്ട് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന മൂല്യം പോലും പഠിച്ചില്ലല്ലോ. ഒരാളെ അങ്ങ് അധികകാലമൊന്നും പിടിച്ചിടാൻ പറ്റില്ല, നിയമത്തിന് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ അയാളെ അങ്ങ് ജീവിതകാലം മൊത്തം പിടിച്ച് അകത്തിടാനൊന്നും കഴിയില്ല. ഒന്നാമത്തെ കാര്യം അയാൾ ഒരു അഡ്വക്കേറ്റാണ്, കോടതിക്ക് അയാളോട് ചില പ്രത്യേക പരിമിതികളുണ്ടാകും. പിന്നീട് വാദിയുടെ മൊഴികൾ, കേസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ, ഇതെല്ലാം കോടതി പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് CI കുമാറിനോട് അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇനി അഥവാറ്റ കോടതി അയാളെ പുറത്ത് വിട്ടാൽ പുറത്തുള്ള ഒരാളുമായിട്ട് സംസാരിക്കാതെ നോക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കമ്മീഷണർ പറയാണ്. അയാൾ വീട്ടിലേക്ക് പോകുമ്പോൾ പോലീസിൻ്റെ പൂർണ്ണമായ എസ്കോർട്ട് ഉണ്ടാവണം. ഒരു കാരണവശാലും അയാൾ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടരുത് എന്നൊക്കെ കമ്മീഷണർ CI കുമാറിനോട് പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാതിയുടെ അഡ്വക്കേറ്റ് പറയാണ് അങ്ങനെ പെട്ടെന്നൊന്നും അർജുന് പരോൾ അനുവദിക്കില്ല, നമ്മുടെ ഭാഗം കൃത്യമായിട്ട് തന്നെ കോടതിയിൽ അവതരിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഭാഗം പറയാണ് പുതുക്കിയ നിയമപ്രകാരം സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ നല്ല വ്യക്തമായിട്ട് പുതുക്കിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. എതിർഭാഗം അവരുടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തോട്ടെ, പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള വഴിയിലൂടെ പോയാൽ നമുക്ക് ഒരു പരിധി വരെ വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പ്രോസിക്യൂഷൻ ഭാഗം പറയാം കേട്ടോ. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ നൽകിയ സ്ട്രോങ് എവിഡൻസ് കോടതി പരിഗണിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ നിയമപ്രകാരം സ്ത്രീകൾക്കെതിരെയുള്ള ഇങ്ങനത്തെ കേസിൽ കടുത്ത നടപടി തന്നെ കോടതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. എന്തായാലും നമ്മുടെ കൂട്ടായ ശ്രമമുണ്ടെങ്കിൽ അർജുനെ ജയിലിൽ തന്നെ കിടത്താനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ വിജയിപ്പിക്കും. കാരണം ഇതെൻ്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇങ്ങനെ അഭിപ്രായപ്പെടുകയാണ് കേട്ടോ സ്വാതിയുടെ വക്കീൽ.
ആ സമയത്ത് CI കുമാർ പറയുന്നുണ്ട്, അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. ഇത്രയൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അർജുന് ഒരിക്കലും ഈ കേസിൽ നിന്ന് ഊരിപ്പോകാൻ കഴിയില്ലെന്നാണ് എൻ്റെ വിശ്വാസമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് പൂജയുടെ വീട്ടിൽ നന്ദഗോപനും അരുണിമയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദഗോപൻ പറയുന്നുണ്ട്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ കമ്മീഷണർ ഹേമചന്ദ്രനാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവൻ എവിടെയായിരുന്നാലും എനിക്കെതിരെ ഗൂഢമായ നീക്കം നടത്തുകയാണ്. എന്നോടുള്ള വാശിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എൻ്റെ കുടുംബത്തിലുള്ളവരാണ്. ഇനി അത് അനുവദിക്കാൻ പറ്റില്ല. അയാളെ ഉടനെ തന്നെ കാണണം. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, പക്ഷെ നന്ദേട്ടൻ, നമ്മൾ എവിടെയെന്ന് വെച്ചാൽ അന്വേഷിക്കുക. റാണിയെപ്പോലെ തന്നെ അയാളും ഒരു ഒളിവിലാണല്ലോ. എവിടെയായിരുന്നാലും അയാൾ നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അയാളെ പുറത്ത് കൊണ്ടുവരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് അരുണിമ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അഞ്ജനയെ പോയി കാണുക. അങ്ങനെ അഞ്ജനയെ ചെന്ന് നമ്മൾ കണ്ടാൽ ഉടൻ തന്നെ ആ വാർത്ത അയാളിലെത്തും. അതുകൊണ്ട് തന്നെ അയാൾ തീർച്ചയായും എന്നെ ഫോണിൽ വിളിക്കും. ഇത് കേൾക്കുമ്പോൾ അരുണിമ പറയുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ജനയെ ചെന്ന് കാണാം. പിന്നീട് നന്ദഗോപൻ എന്തോ ആലോചിച്ചിട്ട് പറയാണ്, അല്ലെങ്കിൽ അത് വേണ്ട അരുണിമേ. അപ്പോൾ അരുണിമ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദേട്ടന് കുറ്റബോധം കൊണ്ടാണോ? നന്ദേട്ട, അതൊക്കെ പണ്ട് നടന്ന സംഭവങ്ങളാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അധികം താമസിപ്പിക്കാതെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അഞ്ജനയെ കണ്ടെത്തണം. ചിലപ്പോൾ കമ്മീഷണറെ കുറിച്ച് നമുക്ക് അവരിൽ നിന്ന് കിട്ടിയാലോ വിവരങ്ങൾ എന്ന് പറയാൻ കേട്ടോ അരുണിമ. അപ്പോൾ നന്ദ പറയുന്നെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പോകാം. പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ്. അവിടെ മഹേശ്വരി അമ്മ മാധുരിയെ വിളിക്കുകയാണ്. മാധുരി വരുമ്പോൾ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് നല്ല സന്തോഷത്തിലായിരുന്നു, പക്ഷേ ഇന്ന് എന്താ അറിയില്ല, മനസ്സിനൊരു പേടി. അപ്പോൾ മാധുരി എന്താ കാരണം തിരക്കുണ്ട്. അല്ല മോളെ, ഇന്ന് വന്ന ആ പാർസലും കത്തും പൂജ അതേ നിസ്സാരമായ തള്ളി കളയുന്നുണ്ടെങ്കിലും എനിക്കെന്തോ ഒരു പേടി. അപ്പോൾ മാധുരി പറയുന്നുണ്ട്, പൂജ പറയുന്നത് പോലെ നമുക്ക് ധൈര്യമായിട്ടിരിക്കാമേ. അന്വേഷണത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ആരോ മനഃപൂർവ്വം ചെയ്തതാ. എനിക്കും ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ പൂജമോൾ സംസാരിച്ചപ്പോൾ ഇപ്പോൾ നല്ല സമാധാനം കിട്ടി. അമ്മ സമാധാനമായിട്ടിരിക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിലല്ലേ പോകുന്നത്. മാത്രവുമല്ല നമ്മുടെ കുടുംബമൊക്കെ ഒറ്റ കെട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മഹേശ്വരി പറയുന്നുണ്ട്, എന്തെങ്കിലും സംഭവിച്ചത് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല മാധുരി. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അമ്മേ, നമ്മുടെ ഈ സങ്കടമെല്ലാം മാറും. ഇങ്ങനെ മാധുരി പറയുമ്പോൾ മഹേശ്വരി അമ്മ പറയുന്നുണ്ട്, ശരി, നിനക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. എനിക്ക് വിശ്വാസമാണ് അമ്മേ, നമ്മുടെ ജീവിതം തിരിച്ചു കിട്ടും, നമ്മുടെ സന്തോഷത്തിൻ്റെ കാലമൊക്കെ തിരിച്ചു വരും. ഇങ്ങനെയൊക്കെ മാധുരി പറയുമ്പോൾ മഹേശ്വരി അമ്മ പറയാണ്, നിന്റെ ആത്മവിശ്വാസം കാണുമ്പോൾ എനിക്കും സന്തോഷം തോന്നുന്നു. പിന്നീട് അരുണിമയും നന്ദഗോപനും പൂജയുമായി സംസാരിക്കുകയാണ്. നന്ദൻ പറയുന്നുണ്ട്, ഞാനും അമ്മയും തീരുമാനിച്ചു, എന്തായാലും അഞ്ജനയെ കണ്ടുപിടിക്കണം, അവരോട് സംസാരിക്കണം. അഞ്ജനയുടെ കൂടി നമുക്ക് ആ കമ്മീഷണറിലെത്താം. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, അച്ഛന് പ്രയാസമായിരുന്നു മോളെ, അഞ്ജനയെ അന്വേഷിച്ചു പോകുന്ന കാര്യം എന്നോട് പറയാൻ. പക്ഷേ അതെല്ലാം കഴിഞ്ഞ കഥ, എനിക്കറിയാമെല്ലാം. അതുകൊണ്ട് തന്നെ ഞാനാ പറഞ്ഞത് ഉടനെ പോകാമെന്ന് എന്നൊക്കെ അരുണിമ പറയാണ്ട് പൂജയോട്. അപ്പോൾ പൂജ പറയാണ്, അതെ അച്ഛ, ഇക്കാര്യത്തിൽ അച്ഛന് അമ്മയുടെ അഭിപ്രായം മാത്രമേ നോക്കാനുള്ളൂ. അമ്മ ഫുൾ സപ്പോർട്ടുമായി നിൽക്കുമ്പോൾ പിന്നെ ആരെ പേടിക്കാനാ എന്നൊക്കെ പൂജ പറയാണ്. പിന്നീട് നന്ദഗോപൻ പറയുന്നുണ്ട്, കമ്മീഷണർ റാണിയുമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛ. അന്വേഷണത്തിൻ്റെ അവസാനം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എന്തോ ഒന്ന് കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ നന്ദഗോപ ഇത് അംഗീകരിക്കുന്നില്ല. അവന് പറയാണ്, നമ്മെ കാത്തിരിക്കുന്നത് ആ റാണിയും കമ്മീഷണറും തന്നെയാണ്. അഞ്ജനയെ കാണുമ്പോൾ നമുക്ക് അതിനെല്ലാം ഒരു വ്യക്തത കിട്ടും. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അഞ്ജനാമ നല്ലൊരു സ്ത്രീയാണ്, ഒരു പാവം അമ്മ. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, അവരോട് ഞാൻ സംസാരിക്കാം, എൻ്റെ അവസ്ഥകളെല്ലാം പറയാം, അപ്പോൾ അവർക്ക് മനസ്സിലാകുമായിരിക്കും എന്ന് പറയുമ്പോൾ പൂജ പറയാണ്, ആവും അമ്മേ, ചതിയും വഞ്ചനയും ഒന്നുമില്ലാത്ത ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ നന്ദഗോപൻ പറയുന്നത്, അങ്ങനെയെങ്കിൽ നാളെ രാവിലെ തന്നെ ഞങ്ങൾ തിരിക്കും. കാര്യത്തിൻ്റെ ഗൗരവങ്ങൾ നിന്നെ അപ്പോൾ വിളിച്ചറിയിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അരുണിമയും നന്ദഗോപൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന സ്നേഹസദനമാണ്. അവിടെ മീനാക്ഷി അമ്മയും വസന്തനും വിശ്വനാഥ് സാറിൻ്റെ മുന്നിൽ എങ്ങനെ അഭിനയിക്കണം എന്നുള്ള കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വസന്തൻ പറയുന്നതെല്ലാം കേട്ട് മനസ്സിലാക്കി മീനാക്ഷി അമ്മ അതുപോലെ അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ വിശ്വനാഥൻ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മീനാക്ഷി അമ്മ അവിടെ ചെന്നിട്ട് പറയും, എൻ്റെ സാറേ, എനിക്ക് തീരെ വയ്യ, ആകെ ഒരു മന്ദത, കുറച്ച് ദിവസമായിട്ട് തീരെ ഒന്നും കഴിയുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ചിലപ്പോഴൊക്കെ നല്ല തലചുറ്റലും തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോൾ വിശ്വനാഥൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കണം. അപ്പോൾ മീനാക്ഷി അമ്മ പറയാണ്, അതൊന്നും വേണ്ട, കാലൻ കൊണ്ടുപോകാനിരിക്കുന്ന എനിക്കെന്തിനാ സാറേ ആശുപത്രി, ഒന്നും വേണ്ട സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കാണ്ട്. അപ്പോൾ വസന്ത പറയുന്നുണ്ട്, പണ്ട് മുതലേ അമ്മ ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, ബൈ ചാൻസ് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അപ്പോൾ അസുഖം കൂടും. അപ്പോൾ വിശ്വനാഥൻ ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ പ്രയാസത്തിന് കാരണം ഇവിടുത്തെ ജോലി കൂടുതൽ കൊണ്ടാണോ? അപ്പോൾ മീനാക്ഷി അമ്മ പറയണം, അങ്ങനെയൊന്നുമില്ല, ചില സമയത്തൊരു പ്രയാസം. അപ്പോൾ അവിടേക്ക് മല്ലിക വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് മീനാക്ഷി അമ്മ കാര്യം? അപ്പോൾ വസന്തം പറയാണ്, അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ തലചുറ്റലിനെ കുറിച്ച് പറയുകയാണെന്ന് പറയുമ്പോൾ മല്ലിക പറയാണ്, മീനാക്ഷി അമ്മക്ക് ആകെ ഒരു ശക്തിക്കുറവൊക്കെ ഉണ്ട് ഇപ്പോൾ,
അപ്പോൾ മീനാക്ഷി പറയും എനിക്കൊരു കുഴപ്പമില്ല ഇതേ നോക്കിക്കെന്ന് പറഞ്ഞിട്ട് നടന്ന് കാണിക്കാണ്ട് പെട്ടെന്ന് തന്നെ അവർ തളർന്ന് വീഴാൻ പോകുന്ന പോലെ നിൽക്കുകയാണ്. ഉടനെ തന്നെ വസന്തനും മല്ലികയും വിശ്വാസനും എല്ലാവരും ചേർന്ന് പിടിക്കാണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അപ്പോൾ മീനാക്ഷി പറയണേ എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. അപ്പോൾ വിശ്വാസം പറയുന്നുണ്ട് തുടക്കത്തിലെ ചികിത്സയെങ്കിലേ അസുഖം മാറുകയുള്ളൂ മീനാക്ഷി, അത് ഓർമ്മ വേണമെന്ന് പറയാട്ടോ. അവസാനം മീനാക്ഷി അമ്മ വസന്തന്റെ തോളിലേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ പാരയാകുന്ന തോന്നുന്നത്, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നടക്കുകയാണ്. അങ്ങനെ വീണ്ടും വീഴാൻ പോവാണ് കേട്ടോ. അങ്ങനെ വസന്തൻ എല്ലാവരും ചേർന്ന് പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ബോധം പോയതുപോലെ അഭിനയിക്കുകയാണ് കേട്ടോ. പിന്നീട് പ്രിയയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മീനാക്ഷിക്ക് ബോധമെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വിശ്വനാഥൻ പറയുന്നുണ്ട് എനിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ എനിക്ക് വയ്യ സാറേ എന്നൊക്കെ പറയാണ്ട് മീനാക്ഷി. അങ്ങനെ അവിടെയുള്ള എല്ലാവരും നിർബന്ധിക്കാൻ ഹോസ്പിറ്റലിൽ പോകാൻ. ഇപ്പോൾ വസന്ത പറയുന്നുണ്ട് വേണ്ട, അമ്മക്ക് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ല, അമ്മക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വനാഥൻ ചോദിക്കുകയാണ് ഇവിടെ ജോലിഭാരം കൂടുതലാണെന്ന് തോന്നി തുടങ്ങിയില്ല എന്ന് പറയുമ്പോൾ സത്യം പറയാലോ എനിക്ക് സഹായത്തിന് ഒരാളെ വെച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് മീനാക്ഷി പറയാൻ കേട്ടോ. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട് ആ വസന്ത നമുക്ക് സ്നേഹസദനത്തിലേക്ക് ഒരാളെ കൂടി കണ്ടുപിടിക്കണം. മീനാക്ഷിക്ക് ഇവിടെ ഒരു സഹായത്തിനായിട്ട് ഇവിടെ ശമ്പളമൊന്നും കൊടുക്കാറില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ പ്രിയ പറയാണ് സ്നേഹസദനത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്, പിന്നെന്തിനാണ് ശമ്പളം? നാളെ തന്നെ ആളെ നോക്കിക്കൊന്ന് വിശ്വാസം പറയട്ടെ. അപ്പോൾ വസന്ത പറയുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം പറയട്ടെ, അമ്മക്കും അച്ഛനും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. മധുമിത ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് സ്നേഹസദനത്തിൽ വന്ന് നിന്ന് അമ്മയെ നോക്കണമെന്ന്. ഇത് കേട്ടത് മീനാക്ഷിയമ്മ പറയും വേണ്ട വേണ്ട അവളും ഞാനും ഇവിടെ ശരിയാകത്തില്ല. അപ്പോൾ വസന്ത പറയുന്നുണ്ട് അമ്മേ ഇത് പഴയ മധുമിത ഒന്നുമല്ല, അവൾ ഒരുപാട് മാറി. അപ്പോൾ വിശ്വനാഥൻ പറയാണ് നിങ്ങൾ മരുമകളും അമ്മായിയമ്മയുമല്ലേ, പഴയ പിണക്കങ്ങളൊക്കെ മാറ്റി ഒരുമിച്ച് പോകാനൊരു അവസരമല്ലേ ഇത്, മധുമിത വരട്ടെ എന്നൊക്കെ വിശ്വനാഥൻ പറയുമ്പോൾ മീനാക്ഷിയമ്മ പറയാണ് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ പ്രിയ പറയുന്നുണ്ട് മധുമിത ആൻറ്റിയോട് ദേഷ്യം തോന്നേണ്ട ആളാണ് ഞാൻ, എനിക്ക് വരെ സമ്മതമാണ്, ആൻറ്റി വരട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട് അത് ഏറ്റവും നല്ലത് എല്ലാവരും നല്ല സ്നേഹബന്ധത്തിൽ നിൽക്കണം, അമ്മായിയമ്മയും മരുമകളും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്നേഹമുള്ള ബന്ധമാണ്, അമ്മയും മകളും പോലെ നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ ഈ സ്നേഹസദനത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നൊക്കെ വിശ്വാസം പറയാണ്. അവസാനം മീനാക്ഷിയമ്മ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കല്ലേ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അവൾ വന്നോട്ടെ എന്ന് പറയാൻ കേട്ടോ. ഇത് വസന്തനൊക്കെ സന്തോഷമാവാണ്. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട് ആദ്യം തന്നെ പറഞ്ഞേക്കാം ശമ്പളമൊന്നും കിട്ടില്ല കേട്ടോ എന്ന്. അപ്പോൾ വസന്ത പറയുന്നത് ശമ്പളമൊന്നും അവൾക്ക് പ്രശ്നമില്ല, വെറുതെ നേരം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ജോലി ചെയ്യുക അത്രേ ഉള്ളൂ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ പ്രിയക്ക് പറ്റുന്നില്ല കേട്ടോ. അവൾ പറയുന്നുണ്ട് ഇത് സമയം പോകാനുള്ള ജോലി സ്ഥലമല്ല. അപ്പോൾ വസന്ത പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞതിൻ്റെ പ്രശ്നമാണ്, അവൾ ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്യുമെന്ന് പറയാൻ കേട്ടോ. അവസാനം വിശ്വനാഥൻ പറയാണ് അപ്പോൾ മധുമിത ഇവിടെ സേവനം ചെയ്യുന്ന കാര്യം നമ്മൾ അങ്ങ് തീരുമാനിക്കുമെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മീനാക്ഷി അമ്മക്കും വസന്തനും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നീട് വസന്തൻ വീട്ടിലെത്താൻ കേട്ടോ. എന്നിട്ട് പൂജയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പൂജയോട് പറയുന്നുണ്ട് പൂജ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ മധുമിത ഇനി സ്നേഹസദനത്തിലേക്ക് പോവുകയാണ്, ഇന്ന് വിശ്വനാഥനെ മധുമിതയെ സ്നേഹസദനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ. ആഹാ നല്ല സന്തോഷമുള്ള വാർത്തയാണല്ലോ എന്നൊക്കെ പൂജയും പറഞ്ഞാൽ അവൾക്കും സന്തോഷമാവാൻ കേട്ടോ. എങ്കിൽ പിന്നെ ഇനി ഒട്ടും സമയം വൈകിക്കേണ്ട അങ്കിൾ, ആൻറ്റിയെയും കൊണ്ട് അങ്കിൾ പെട്ടെന്ന് തന്നെ സ്നേഹസദനത്തിലെത്തണം, എന്നിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് എല്ലാം കണ്ടുപിടിക്കണം, ഇതിന് പിന്നിൽ ആ പ്രിയയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അങ്ങനെ എല്ലാവരും സന്തോഷം നിൽക്കുകയാണ്. മധു ആവട്ടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ബാഗുമായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ മഹേശ്വരമ്മയോടും മാധുരമ്മയോടും എല്ലാവരോടും അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഞാൻ എന്തായാലും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ അമ്മയെ തിരിച്ചു വരൂ എന്നൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സന്തോഷത്തിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്നേഹസദനത്തിലാണ്. അവിടെ മീനാക്ഷി അമ്മയും മല്ലികയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടേക്ക് മധു കയറി ചെല്ലുകയാണ്. എന്നിട്ട് മീനാക്ഷി അമ്മയെ എന്നൊക്കെ വിളിച്ചിട്ട് അവൾ മുഖമൊക്കെ പിടിച്ച് നോക്കിയിട്ട് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം തോന്നുകയാണ്. മീനാക്ഷി അമ്മയോട് പിന്നീട് മധു പറയുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ അമ്മയോട് ചെയ്ത തെറ്റിനല്ല, ഇനി മുതൽ ഞാൻ അമ്മയോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് അമ്മയെ പൊന്നു പോലെ നോക്കും, എന്താവശ്യത്തിനും ഞാൻ കൂടെ നിൽക്കും എന്നൊക്കെ മധു പറയാൻ കേട്ടോ. മീനാക്ഷി അമ്മ പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായി മോളെ, നീ ഇത്ര മാറി എന്ന് വസന്തന് പറഞ്ഞെങ്കിലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പിന്നീട് മധു പ്രിയയെ കാണുന്നുണ്ട്. അങ്ങനെ പ്രിയയോട് സംസാരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ മധു സംസാരിക്കുന്നത്. ഒട്ടും മനസ്സിൽ യാതൊരു വിദ്വേഷവും പ്രിയയോടില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവർക്കും പ്രിയക്കും തന്നെ അല്പം ഒരു സംശയമൊക്കെ തോന്നിയിരുന്നു, ഇവരെന്താ ഇങ്ങനെ മാറിയോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്ത് പറ്റി പ്രിയ ഇങ്ങനെ ചേഞ്ച് വരാൻ കാരണം, അതും നീ സ്നേഹസദനത്തിൽ എന്നൊക്കെ മധു ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആൻറ്റി, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ലോകം അറിയട്ടെ,
ഇനി എന്തായാലും ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്യാതെ ശല്യവും ഇല്ലാതെ നല്ല രീതിയിൽ ഇവിടെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ മധു വിചാരിക്കുന്നത് ഭയങ്കര തന്നെ ഉള്ളിൽ കള്ളത്തരം വെച്ചിട്ടാവും അവൾ ഇങ്ങനെ പുറമെ അഭിനയിക്കണത് എന്നൊക്കെ മധു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് മധു റൂമിലേക്ക് കടക്കുന്ന സമയത്ത് പ്രിയ എന്തൊക്കെയോ ബുക്കിലിരുന്ന് എഴുതുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പം മധുവിന് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട്. ഇവളെന്തായി എപ്പോഴും ഇരുന്ന് കുത്തി കുറിക്കുന്നത്, എന്തെങ്കിലും ഇതിലുണ്ടാകും എന്നൊക്കെ പറയാം കേട്ടോ. പിന്നീട് പ്രിയ പുറത്ത് പോയ സമയത്ത് മധു അതെടുത്തിട്ട് വായിക്കാം കേട്ടോ. അങ്ങനെ മധു ആകെ ഷോക്കായി നിൽക്കുകയൊക്കെയാണ്. എന്തൊക്കെയാണ് ഇവളിതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കാം കേട്ടോ.